അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ഒരു ദിവസം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഗുണം രണ്ട് ലോകത്തും ലഭിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ഒരു കോൺഫറൻസിൽ നിശ്ചയിച്ചിട്ടുള്ള വിഷയങ്ങളുടെ സെഷനിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ്, എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് 28 മിനിറ്റ് എൻ്റെ മുന്നിലുണ്ട്. അതിൽ 2 മിനിറ്റ് ഞാൻ ഈ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എണീറ്റ് നിൽക്കുക. നല്ല കുട്ടികളായിട്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് എണീറ്റ് നിൽക്കുക. ഓക്കെ, ഇരിക്കി. ഇതുപോലത്തെ ഒരു സദസ്സിൽ പല കാരണങ്ങളാൽ പല രീതിയിൽ എത്തിപ്പെട്ട കുട്ടികളുണ്ടാവും. ചില ആളുകൾ ഇങ്ങനത്തെ എല്ലാ സദസ്സിലും വളരെ ചെറിയ പ്രായം മുതൽ തന്നെ പോകുന്നവരും വാപ്പാൻ്റെ കൈ പിടിച്ച് ഉമ്മാൻ്റെ മടിയിലിരുന്ന് കേട്ട് അത്ര ചെറിയ പ്രായം മുതൽ വന്ന കുറേ കുട്ടികൾ ഇതിലുണ്ടാകും. നമ്മുടെ വീട്ടിൽ വന്ന ആളുകൾ ക്ഷണിച്ചത് കൊണ്ടോ പാരൻസ് നിർബന്ധിച്ചത് കൊണ്ടോ പോകുന്നവരൊക്കെ ഉണ്ടാകും. ഞാൻ പറയുന്നത്, ഇതുപോലത്തെ ഒരു സദസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇത് വൈകുന്നേരം വരെയുള്ളൊരു പരിപാടിയാണ്, പൂർണ്ണമായി എല്ലാ നിമിഷവും പൂർണ്ണമായി ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞോളുന്നില്ല. ഒരുപക്ഷെ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഉപകാരപ്പെട്ടോളൊന്നുമില്ല. പക്ഷെ നമ്മളെ ഫോണൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ബോധപൂർവം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു ദിവസം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെന്തെങ്കിലും ഒരു വാച്ചോ കണ്ണട പേനയൊക്കെ മേശപ്പുറത്തുണ്ടാകും. നമ്മളതിങ്ങനെ തിരയും, അത് കാണൂല. സാധനം അവിടെ ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ കാണാത്തത്, സാധനം അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ കാണാത്തത്. ആ കാണാത്തതിനൊരു കാരണമുണ്ട്. അത് കാണാനുള്ളൊരു തൗഫീഖ് അപ്പം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളാകെ നിലം പൊളിച്ച് ബഹളം ഉണ്ടാക്കി കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ചെറിയ അനിയൻകുട്ടിനെ അല്ലെങ്കിൽ പെങ്ങളെ കുട്ടിനെയൊക്കെ അതിൻ്റെ പ്രതിയാക്കി, അവളാണ് നേരത്തെ എടുത്തത്, ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു വൻ പ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ ഉമ്മ അങ്ങനെ വന്നിട്ട് പതുക്കെ അവിടെ നിന്ന് എടുത്ത് തന്നിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇജ്ജ് നോക്കി എന്തെങ്കിലും കാണലുണ്ടോ എന്ന്. ഇതേപോലെയാണ് ജീവിതവും. ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ശരിയാണ് തെറ്റാണെന്ന് തോന്നിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് നമുക്ക് തിരിച്ചറിവുകൾ എന്നൊരു മേഖല വലിയ രീതിയിൽ ഉപകാരപ്പെടുന്നത്. ആ തിരിച്ചറിവുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് സുഹൃത്തുക്കളെ പറയാണ്, നമ്മൾ പരസ്പരം അറിയുന്ന ആളുകൾ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരസ്പരമുള്ള സംസാരം എന്നുള്ളത് സ്വാഭാവികമായി വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അങ്ങനത്തെ കുട്ടികൾ നഷ്ടപ്പെടും. ഇപ്പം ആരും സംസാരിച്ചിട്ട് പറയണല്ലോ കേട്ടോ, ഞാൻ ഇപ്പം ആരെങ്കിലും പരസ്പരം ഇരുന്ന് സംസാരിക്കണോണ്ട് പറയണതല്ല. അങ്ങനത്തെ ആളുകൾ ഇപ്പോൾ ഇവിടെ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നുണ്ട്. ഈ പ്രസംഗിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അവർക്ക് പറയാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ അത്ര ഇറിറ്റേഷൻ ആയിരിക്കും. അവരാകെ ഇടങ്ങാറാവുമ്പോൾ ടോക്ക് തന്നെ ശരിയാവില്ല. ടോക്ക് ശരിയാകാതിരിക്കുമ്പോൾ ആത്മാർത്ഥമായി കേൾക്കണം എന്ന് വിചാരിക്കുന്നവർക്കും കേൾക്കാൻ കഴിയാത്തൊരു സാഹചര്യം ചിലപ്പോൾ സംജാതമാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ ഒരു ദിവസം
നിങ്ങളെല്ലാവരും പൂർണ്ണമായി കേൾക്കണം എന്നുള്ള റിക്വസ്റ്റ് വെക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. പ്രോഫ്കോൺ എന്നുള്ള പരിപാടി നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രോഫ്കോൺ എന്നുള്ള പരിപാടി കേട്ടവരൊന്ന് കയ്യൊന്തിക്കും. പ്രോഫ്കോൺ കേട്ടവരൊക്കെ ഒന്ന് കയ്യൊന്തിച്ചില്ല. ഇതിനിപ്പോൾ എന്താ അത്ര നഷ്ടമൊന്നുമില്ലല്ലോ. കുറേ കുട്ടികൾ പ്രോഫ്കോൺ എന്ന് പറഞ്ഞ പരിപാടി കേട്ടവരാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഈ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ ഭാഗമായി, ഇപ്പം ഞങ്ങളൊക്കെ യുവജന വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അന്ന് ലിങ്കില്ല, CD പിന്നെ USB ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. കാസറ്റ് കഴിഞ്ഞിട്ട് CD വന്ന കാലാണ്. കാസറ്റ് കഴിഞ്ഞിട്ട് CD വന്ന കാലാണ്. അപ്പൊ ഈ CD-യിൽ ടോക്ക് റെക്കോർഡ് ചെയ്തിട്ട് ക്യാമ്പസുകളിൽ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് എൻ്റെ ടോക്കായിരുന്നു. എനിക്കന്ന് അങ്ങനെ സംസാരിക്കാനൊരു അവസരം സംഘടന തന്നിരുന്നു. അപ്പൊ ഞാൻ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ടോക്കാണ് നടത്തിയത്. അപ്പൊ കേരളത്തിലെ കുറേ ക്യാമ്പസുകളിൽ ഇത് കൊണ്ടുപോയി നമ്മുടെ സുഹൃത്തുക്കൾ വിതരണം ചെയ്തു. ഒന്നിന് 60 റുപ്യ 70 റുപ്യ വിലയുള്ള കാലാണ്. അത്രയും കോസ്റ്റ് ഇടുന്ന കാലാണ്. CD-ക്ക് നല്ല വില ഉണ്ട്. അത് റെക്കോർഡ് ചെയ്തെടുത്ത് നമ്മളടുത്ത് അതിൻ്റെ സെറ്റിങ്സ് ഒന്നുമില്ല, ഒക്കെ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ കേരളത്തിലൊരു ക്യാമ്പസിൽ ഒരു കുട്ടി ഇത് കണ്ടു. അവൻ പ്രോഫ്കോണിനൊന്നും വന്നില്ല. 10 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവനൊരു ഒരു പ്രതിസന്ധിപ്പെട്ടു. ബോംബെയിൽ അവന് ജോലിയുടെ ഭാഗമായി ഒരു വീട്ടിൽ പെയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടിയും അവനൊക്കെ ആയിട്ടുണ്ടായ ചില ഇൻട്രാക്ഷനുകളും അത് ആ പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമവും ഒക്കെ എത്തി. പോലീസ് കേസിന്റെ പക്കത്തേക്ക് എത്തി. ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യണം എന്ന് അവൻ തീരുമാനിച്ച ദിവസം മാനം പോയി. വീട്ടുകാരറിഞ്ഞു, ആകെ പ്രശ്നമായി. ഇനി എന്ത് എന്നുള്ളത് രംഗത്ത് ഇനി മരിക്കലേ പരിഹാരമുള്ളൂ എന്നിങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്ത് അവൻ അന്ന് കേട്ട 2 CD ഓർമ്മ വന്നു. 2 ടോക്കുകൾ ഓർമ്മ വന്നു. അതിൽ പറഞ്ഞൊരു വാക്ക് അവൻ ഓർമ്മ വന്നു. പരിഹാരമില്ലാത്തൊരു പ്രശ്നമല്ല സുഹൃത്തുക്കളെ എന്ന വാക്കായിരുന്നു അത്. 10 വർഷങ്ങൾക്ക് ശേഷം, 10 കൊല്ലം മുമ്പ് കേട്ട പ്രസംഗം ഉപകാരപ്പെട്ടത് 10 കൊല്ലത്തിന് ശേഷം. നമ്പർ തപ്പിയെടുത്ത് അവൻ നമ്മളെ വിളിച്ചു. നമ്മൾ അവനോട് സംസാരിച്ചു. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പിഴവ്, അതിൻ്റെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അൽഹംദുലില്ലാഹ് അവൻ സുരക്ഷിതമായി ജീവിക്കുന്നു. ഞാൻ ഇതെന്തിനാ നിങ്ങളോട് പറഞ്ഞറിയോ? അടുത്തിരിക്കുന്ന ആളുകളോട് ഇങ്ങനെ വർത്താനം പറയാം. ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനിങ്ങനെ കമൻ്റ് അടിക്കുക. ഇതൊന്നും നിങ്ങൾ ചെയ്ത്, വല്ലാഹി നിങ്ങളൊന്നും ചെയ്തിട്ടല്ലോ ഞാൻ പറയണേ. നിങ്ങൾ ഭയങ്കര ശ്രദ്ധയിലാണ് ഇരിക്കണേ. വളരെ ആത്മാർത്ഥമായി ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറയണത്. പക്ഷെ ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾ ഈ മനസ്സ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾക്ക് ഇന്നോ നാളെയോ ജീവിതത്തിൽ എന്തെങ്കിലുമോ ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇത് നഷ്ടപ്പെടാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അറിയുന്നവർ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ മൊബൈലിൽ നോക്കി വർത്താനം പറഞ്ഞൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് കാണും. ഇവിടുത്തെ പ്രസംഗിക്കുന്ന ആളുകൾക്ക് കറക്റ്റ് കാണും. മോനെ എങ്ങോട്ടും അവിടെ വന്നിരുന്നോ എന്ന് വേണമെങ്കിൽ പറയാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ എന്നെ ഏൽപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ കുറേ സ്വപ്നങ്ങളുണ്ട്. ജീവിതത്തിൽ പലജാതി സ്വപ്നങ്ങളുണ്ട്. പഠനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്വപ്നം, ഇന്ന നിലയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒന്ന് കൈയൊന്തിക്കും. പഠനത്തെക്കുറിച്ച് ഞാൻ എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ ഡോക്ടർ ആകണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് കൈയൊന്തിക്കും. അതെ, ബാക്കിൽ കയ്യൊന്തിച്ചോളി. ആർക്കും ഒരു ആഗ്രഹമില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലായിരുന്നില്ലൊരുത്തം. അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ തട്ടുത്തരം പറയാന്ന് പറയണത് കേട്ടോ. അതിനാണ് തട്ടുത്തരം എന്ന് പറയാം. കുഴപ്പമില്ല, ഇനിയോ അങ്ങനെ പറയില്ല നമുക്ക് വിചാരിക്കാം. എന്തായാലും ജീവിതത്തിൽ നമുക്ക് അങ്ങനത്തെ കുറെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളെപ്പോലെ സ്വപ്നങ്ങൾ കണ്ട പലരും ഇന്ന് ജീവിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അവരവരുടെ ഖബറിൽ അന്തി ഉറങ്ങാണ്. 60, 70, 80 വയസ്സുള്ള അവരുടെ വല്ലിപ്പ വന്ന് അവർക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഇന്നലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുസാറ്റിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ ഒരു കാര്യം ശ്രദ്ധിച്ച ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കൈയൊന്തിക്കും. രാവിലെ പത്രം നോക്കിയ ആളുകൾക്ക്, അതെ, കുറച്ച് ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഗാനവിരുന്നിനിടയിൽ തിരക്കിൽപ്പെട്ട്, ഒരു കലാപരിപാടിക്കിടയിൽ തിരക്കിൽപ്പെട്ട് 4 കുട്ടികൾ സ്പോട്ടിൽ മരിച്ചു. തിരക്കിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ അത്യാവശ്യം നല്ല നിലവാരമുള്ള
കുട്ടികളും അവിടെ അഡ്മിഷൻ കിട്ടിയെങ്കിലെന്ന് സ്വപ്നം കാണുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് ഇങ്ങനെ ആവണം, അങ്ങനെ ആകണം, ഒന്ന് അടിച്ചു പൊളിക്കണം, സ്കൂളിൽ നിന്നൊക്കെ ഒന്ന് പോയി കോളേജിലൊക്കെ ഒന്ന് എത്തിയിട്ട് വേണം ഒന്ന് ഉഷാറാക്കാൻ, അല്ലേ? എനിക്ക് കാർ റേസ് പിന്നെ ഞാൻ നല്ലൊരു കാർ റേസർ ആകണം, അല്ലെങ്കിൽ അഡ്വഞ്ചർ ട്രിപ്പുകൾ പോകണം, എനിക്ക് അങ്ങ് കാശ്മീരിലേക്ക് പോകണം, ആ സൈക്കിളിൽ യാത്ര ചെയ്ത് കാശ്മീർ വരെ എത്തണം. ഇങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും എല്ലാം മുകളിൽ മരണമെന്ന വിളിയാളം വരുന്നതിനെ തീർച്ചയായും നമ്മൾ ആത്മാർത്ഥമായി കരുതിയിരിക്കുകയും പ്രതീക്ഷിക്കുകയും വേണം. മരണം നമ്മൾ എവിടെയാണെങ്കിലും മരണം നമ്മളെ പിടിച്ചുകൊണ്ട് പോകും, ഒരു സംശയമില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെയും കൊണ്ട് പോകും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ അതിശക്തമായ കോട്ടകൾക്കുള്ളിൽ സുരക്ഷിതരായി കഴിയുകയാണെങ്കിൽ ഒന്നാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച ചില മരണങ്ങളുണ്ട്. കൽപ്പന ചൗള അവരുടെ പ്രൊഫഷൻ എന്താണ്? കൽപ്പന ചൗള ഇന്ത്യയിലെ ഓർക്കപ്പെടുന്ന ഒരാളാണ്. നമ്മുടെ സ്കൂളുകളുടെ, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഒക്കെ ചുമരിൽ അവരുടെ ഫോട്ടോ ഉണ്ട്. ആരാണ് കൽപ്പന ചൗള? കുറെ കുട്ടികൾ പറയുന്നുണ്ട്, എനിക്ക് ഇന്ററാക്ഷന്റെ ഒരു ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവാണ്. അവർ ഇന്ത്യക്ക് വേണ്ടി ബഹിരാകാശ യാത്ര നടത്തിയ പിന്നെ ബഹിരാകാശ ദൗത്യം നിർവഹിച്ച ഒരാളാണ്. 10, 17, 18 ദിവസത്തെ അവരെ യാത്ര പൂർത്തീകരിച്ച് അവർ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്ത്യയിലെ ജനകോടികൾ, ലോകത്തെ ജനകോടികൾ ആ വരവിങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. ഭൗമോപരിതലത്തിലേക്ക് അവർ കണക്ട് ചെയ്യുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് സ്ക്രീനിൽ കണ്ടതൊരു പൊട്ടിത്തെറിയാണ്. ശാസ്ത്രത്തിന് മരണത്തെ പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ ശാസ്ത്രം അന്നത് നിർവഹിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരുടെ ബോഡി കിട്ടിയിരുന്നെങ്കിൽ ശാസ്ത്രലോകത്തിന് സാധാരണ ചെയ്യുന്നതുപോലെ ഒരു പുഷ്പചക്രം വെക്കാമായിരുന്നു. ബോഡി പോയിട്ട് ശരീരത്തിന്റെ ഒരു പാർട്ട് പോലും കിട്ടിയില്ല. കോടികൾ മുടക്കി നടത്തിയ ഒരു യാത്രയുടെ എന്തെങ്കിലും ഒരു ഗുണഫലം ഭൂമിയിൽ ഒരാൾക്ക് പോലും ഉപകാരപ്പെടും മുമ്പ് ആകാശത്തൊരു തീഗോളമായി അവരും സഹയാത്രികരും യാത്ര ചെയ്ത വാഹനം പൊട്ടിത്തെറിച്ച് ഇല്ലാതെയാവുകയാണ്. അവിടെ ശാസ്ത്രത്തിന് പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ശാസ്ത്രം അത് എപ്പോഴോ ചെയ്യുമായിരുന്നു. ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞ് പുറപ്പെട്ടൊരു കപ്പലുണ്ട്, ടൈറ്റാനിക്. ഒരിക്കലും മുങ്ങാൻ പോകുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു പോയ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ 1912 ഏപ്രിൽ 15 ഐസ്ബർഗിൽ തട്ടി അത് ആഴികളിലേക്ക് കണ്ടുപോയി. ഇന്നും കടലിന്റെ അടിത്തട്ടിൽ അതിനെ പൂർണ്ണമായി ഒന്ന് പുറത്തെടുക്കാൻ പോലും കഴിയാത്ത വിധമുള്ള ഇരുട്ടിൽ കഴിയാൻ. അതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയവർ, അവരെയും മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു. അതും ഒരു പൊട്ടിത്തെറിയിലൂടെ കടലിന്റെ ആഴികളിൽ അതും ഇല്ലാതെയായി. ഞാൻ പറയുന്നത് ശാസ്ത്രം എല്ലാമാണെന്നും ശാസ്ത്രം മഹാസംഭവമാണെന്നും ഒക്കെ വിചാരിച്ചും വിശ്വസിച്ചും നടക്കുന്നവർ ശാസ്ത്രത്തിന് ഏതെങ്കിലും നിലക്ക് പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പ്രതിരോധിക്കേണ്ടിയിരുന്ന നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലേഷ്യയുടെ എയർലൈൻസ് ബോയിലിംഗ് ഫ്ലൈറ്റ് ക്വാലാലംപൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ബൈജിങ്ങിലേക്കുള്ള യാത്രക്കിടയിൽ ആകാശത്ത് ആ ഫ്ലൈറ്റിനെ നഷ്ടപ്പെട്ടു. 200 ചില്ലാനം യാത്രികരുമായി നടത്തിയ ആ ഫ്ലൈറ്റിന്റെ യാത്ര ആകാശത്ത് എവിടെയോ അവസാനിച്ചു. റഡാർ സിഗ്നലുകളുടെയും അപ്പുറത്ത് 200 ചില്ലാനം മനുഷ്യരെയും കൊണ്ടുപോയി. ക്വാലാലംപൂരിലെ എയർപോർട്ടിൽ നിന്ന് യാത്ര പുറപ്പെടും മുമ്പ് ബൈജിങ്ങിൽ ഇറങ്ങുമ്പോൾ സ്വന്തം കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും കൊടുക്കാനുള്ള മിഠായിയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കളിയുപകരണങ്ങളും ഒക്കെ വാങ്ങിയവരതിലുണ്ടാകും. ജീവിതത്തിലെ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ യാത്ര പുറപ്പെട്ടവരുണ്ടാകും. സ്വപ്നങ്ങളിലേറി അവർ നടത്തിയ യാത്ര അവസാനിക്കുകയായിരുന്നു. നമ്മുടെ ഇവിടെ കോഴിക്കോട്, അല്ലെ, കോഴിക്കോട് എയർപോർട്ടിലെ വിമാന ദുരന്തം നമുക്കറിയാം. ലോകം മുഴുവൻ ശ്രദ്ധിച്ച വിമാന ദുരന്തം. വിമാനം വന്ന് ഇടിച്ച് നിലത്തിറങ്ങുമ്പോ അതിൽ നിന്ന് നിരവധി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോ, നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിക്കുമ്പോ രക്ഷാപ്രവർത്തനവുമായി വിമാന ദുരന്തം നടന്ന ഒരു ദേശത്തുമില്ലാത്ത വിധമുള്ള ഒരു മഹാസംഭവത്തിന് ലോകം സാക്ഷിയായി. വിമാനം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ
പൊട്ടിത്തെറിക്കുമോ എന്ന പരിശോധനകൾക്ക് ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം തുടങ്ങാവൂ എന്ന ഡയറക്ഷനുകളെ ഭേദിച്ചുകൊണ്ട് വേലിക്കല്ലുകൾ എടുത്തു ചാടി മലപ്പുറത്തെ മനുഷ്യർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോ ഉദ്യോഗസ്ഥർ, മലപ്പുറത്തുകാരറിയുന്ന ഉദ്യോഗസ്ഥർ അവരെ വിടാൻ വേണ്ടി പറഞ്ഞു. അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചില പ്രവർത്തകരൊക്കെയാണ് ഫ്ലൈറ്റിലേക്ക് ആദ്യം കയറിയത്. ഞാൻ പറയാൻ ശ്രമിച്ചത്, കുട്ടികളെ, പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴും മരണം അതിന്റെ പ്ലാനിങ് അതിഗംഭീരാണ്. ലോകത്തെ ഏറ്റവും വലിയ നിസ്സഹായത മരണം തരുന്ന നിസ്സഹായതയാണ്. ലോകത്തെ ഏറ്റവും വലിയ നിസ്സഹായത ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. ഈ ആയത്തിൽ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കേട്ടിട്ട് ഓതിയിട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ആയത്തിന്റെ അർത്ഥം മാത്രം ഒന്ന് ആലോചിച്ചാൽ ഇന്നൊരു പുതിയ മനുഷ്യനായി ഈ സദസ്സിലിരുന്ന് കേൾക്കാൻ നമുക്ക് പറ്റും. നോക്കി, നിങ്ങൾ ഖുർആൻ പറയാണ്, ഫലൗലാ ഇൻകുൻതും ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം, മരണം ഇങ്ങനെ തൊണ്ടക്കുഴിയിലെത്തുമ്പോ, വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങളിങ്ങനെ നോക്കി കാണാണ്. ഈ അടുത്ത പ്രദേശത്ത് ഇസ്ലാഹി പ്രസ്ഥാന പ്രവർത്തനത്തിന്റെ ഒക്കെ പരിസരത്ത് വളരെ ശക്തമായി നിലകൊണ്ടൊരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മക്കളും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2 മക്കളും ഡോക്ടറാണ്. ഒരു മോനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ തരിപ്പ് പോയി. എന്താ തരിപ്പ് പോകുക? ഭക്ഷണം ഇറങ്ങേണ്ട സ്ഥലത്തിന് പകരം ശ്വാസകോശത്തിന്റെ അവിടേക്ക് ഒരു ചെറിയ വറ്റ അങ്ങോട്ട് മാറി. ശ്വാസം കിട്ടാതെ ആ കുട്ടി, ഡോക്ടറായ മകൻ പിടഞ്ഞു മരിക്കുന്നതിന് ഈ 2 ഡോക്ടർമാർ സാക്ഷിയാകേണ്ടി വന്നു. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ മരണത്തിന് അങ്ങനെ സാക്ഷി നിൽക്കുകയാണ്. വലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് മുന്നിലുള്ള ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്കൊന്ന് കീഴടങ്ങാനും ഒതുങ്ങാനും ഒന്നും സമയമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ മരിച്ച ആത്മാവിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. അപ്പൊ നമ്മളെന്താണെന്നറിയോ, ചിലപ്പോഴൊക്കെ ഞാൻ പറയണത് നിങ്ങൾക്ക് ഒരു ആക്ഷേപമായിട്ട് തോന്നരുത്. നിങ്ങളെ പ്രായത്തിൽ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഞാനും അങ്ങനെ ആയിരിക്കും. എന്താ, വാപ്പ പറയണതും ഉമ്മ പറയണതും ടീച്ചർ പറയണതൊക്കെ ഒന്നൊരു പൂർണ്ണ മനസ്സിലെടുക്കാതെ നമ്മളിങ്ങനെ ഒരു വല്ലാത്ത പോക്കായിരിക്കും. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ആകണം, അവിടെ ആക്കണം, അല്ലേ? മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വെട്ടി, പിന്നെ ഒന്ന് ഇങ്ങോട്ട് വെട്ടി. എൻ്റെ സ്കൂളിലൊരു കുട്ടി ഈ പുരികടക്കം വെട്ടി വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചു, അത് എംബാപ്പേന്റെ സ്റ്റൈലാണ് മാഷേന്ന്. നമ്മൾ മണ്ടന്മാരാകരുതെന്ന് ഞാൻ പറയണേ, മൊയന്തളാകരുതെന്ന് ഞാൻ പറയണേ. നമ്മളെ ജനം ഏറ്റെടുക്കട്ടെ. എംബാപ്പെ എന്ന് പറയുന്നത് ലോകത്തൊരു ഗ്രാമത്തിൽ ജനിച്ച് ഒരുപാട് ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വളർന്ന് ലോകത്തൊരു നല്ല പ്ലെയറായി വളർന്നു വന്ന ആളാണ്. നമുക്ക് നമ്മുടേതായ മാതൃകകൾ ലോകത്തിന് കൊടുക്കാൻ പറ്റണം, അല്ലേ? നമ്മുടെ മരണം നമ്മുടെ അരികിലെത്തുമ്പോൾ അവിടെ മുതൽ ആരംഭിക്കുന്ന മറ്റൊരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ പറ്റണം. മരണം അതിസുന്ദരമായിട്ട് അതിന്റെ പ്ലാനിങ് നിർവഹിക്കുക. കുട്ടികളെ കുടിച്ച് ഉപേക്ഷിച്ച കുപ്പി വാട്ടർ ബോട്ടിലില്ലേ, വണ്ടിയിലിട്ടു. ഇതിങ്ങനെ പലരുടെയും കാലിലൊക്കെ തട്ടിയിട്ട് ടയറിന്റെ സീറ്റിന്റെ അടിയിലൂടെ ഡ്രൈവറുടെ താഴെ പോയിട്ട് അവിടെ ബ്രേക്കിന്റെ അടിയിൽ അവിടെ പോയി നിന്നു. 7-അപ്പിന്റെ ചെറിയൊരു ബോട്ടിൽ അവിടെ നിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് ബ്രേക്ക് കിട്ടിയില്ല, ഒരു കുടുംബം ഒന്നിച്ചു തീർന്നു. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, നമ്മളിനി കുറേ കാലം കഴിഞ്ഞിട്ടൊരു ദിവസമായിരിക്കും മരിക്കുക എന്ന്. എനിക്കറിയണേ, എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ളൊരു കുടുംബത്തിലെ 2-3 കുട്ടികൾ രാവിലെ ഉമ്മ അവർക്ക് വളരെ നിർബന്ധിച്ച് അവർക്ക് അപ്പം കൊടുക്കണം. അങ്ങനെയാണല്ലോ ചെറിയ കുട്ടികളെ ഉമ്മാര് തീറ്റിക്കണ നിങ്ങൾ കണ്ണിലുണ്ടാകും. വെറുതെ ഒന്ന് പെങ്ങളിങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്ക്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ കുട്ടികൾക്ക് ഇങ്ങനെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയാണ്. കുഞ്ഞിയെ മഫ്ത കേട്ടിട്ട് അവളെങ്ങനെ ഇറങ്ങിപ്പോണത് ആ വാതിൽക്ക് നിന്ന് ഉമ്മ അങ്ങനെ നോക്കണം. ഉമ്മാരൽപ്പം നമ്മളങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ നോക്കും നിന്നിട്ട് നമ്മളൊരു റോസാപ്പൂ കാണുമ്പോൾ നോക്കുന്നതിലേറെ നമ്മൾ ലോകത്തെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ നമ്മൾ നോക്കുന്നതിലേറെ കൗതുകത്തിൽ നമ്മളെങ്ങനെ നോക്കും. ചിലപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാകും ഉമ്മ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ നോക്കണം. എന്താ, ഉമ്മ നമുക്ക് വേണ്ടി അത്രയും സഹിച്ചിട്ടുണ്ട്. അതാണ് നോട്ടത്തിന്റെ അർത്ഥം. പഠിച്ചാൽ കുട്ടി ഒന്ന് ഉഷാറായി അവനൊരു വലിയ ആളായെങ്കിൽ
നമ്മൾ അറിയാത്ത കുറെ ഉമ്മകൾ സ്വന്തം ഉമ്മ തന്നിട്ടുണ്ടാവും. ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളെ നെറ്റിയിലോ മുഖത്തൊക്കെ വന്ന്, കാരണം ചിലപ്പോൾ ഒന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ഒന്ന് തല്ലിയിട്ടുണ്ടാകും. അതിന് സോറി പറയണം നമ്മളോട്. അങ്ങനെ ഈ ഉമ്മ എന്ത് ചെയ്തോ, ഈ കുട്ടിനെ എങ്ങനെ പറഞ്ഞയച്ചു. ആശുപത്രി ചെന്നപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ എടുക്കൂല എന്നാണ്. അവസാനം മെഡിക്കൽ കോളേജിലെത്തി. ഒന്നാമത്തെ കുട്ടി മരിച്ചു. ഗൾഫില് ടി വിയിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ സ്വന്തം കുട്ടി മരിച്ച വാർത്ത ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസിൽ വായിക്കുകയാണ്. ഒരു നാട് മുഴുവൻ പ്രാർത്ഥിച്ചു, പടച്ചോനെ ബാക്കി 2 കുട്ടികളെയും രക്ഷിക്കണേ. അന്നുദിച്ച സൂര്യൻ അസ്തമിക്കും മുമ്പ് പ്രിയപ്പെട്ട കുട്ടികളെ 3 ആംബുലൻസുകൾ 3 സമയത്തായി ആ നാട്ടിലേക്ക് എത്തി. ഒരൊറ്റ ഖബർസ്ഥാനിൽ 3 മയ്യിത്തുകൾ വെച്ചു. എന്താ കാര്യം? ഉമ്മ രാവിലെ കൊടുത്ത അപ്പക്കഷ്ണത്തിലാണ് അവരെ മരണം ഒളിച്ചിരുന്നത്. എങ്ങനെ? അതിൽ വിഷമുണ്ടായിരുന്നു. ഭക്ഷ്യവിഷബാധ എന്ന് ഒറ്റ വാചകത്തിൽ പത്രക്കാർ പറഞ്ഞു. മനസ്സിലായില്ലേ? ഭക്ഷ്യവിഷബാധ എന്ന് ഒറ്റ വാചകത്തിൽ പത്രക്കാർ പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്ര നിസ്സാരമാണ് ജീവിതം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ആയത്തൊക്കെ ശരിക്കും എപ്പോഴാണ് നമുക്ക് ബാധിക്കുക? അധികം ബഹളം ഉണ്ടാക്കാതെ ഒരു ആംബുലൻസ് നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിർത്തും. ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ടിപ്പർ ലോറി ഇടിച്ചിട്ട് മരിച്ച വാപ്പാന്റെ ബോഡിയാണ് ഇന്ന് ഇറങ്ങുക കേട്ടോ. ടിപ്പർ ലോറി ഇടിച്ചിട്ട് മരിച്ച വാപ്പാന്റെ ബോഡിയാണ് അതിന്ന് ഇറങ്ങുക, അതൊന്ന് കൊണ്ടുവരിക. അപ്പൊ ഈ ആയത്തിനൊക്കെ ഒരു കേൾവിസുഖം ഉണ്ടാകും. അതുവരെ ഇതൊന്നും തലയിൽ കയറൂല. അതുവരെ ഇതൊന്നും നമ്മളെ മനസ്സിക്ക് കയറൂല. ദീനി കേൾക്കണമെന്ന് തോന്നൂല, കാര്യങ്ങൾ പഠിക്കണമെന്ന് തോന്നൂല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ഗൗരവതരമായ ചോദ്യത്തിലേക്കും ചിന്തയിലേക്കൊക്കെ പോകണം. നമ്മളമ്മ നാളെ രാവിലെ 8 മണിക്ക് നമ്മളമ്മാന്റെ മയ്യത്തെടുക്കണമെന്ന് മനസ്സിൽ കണ്ടോക്ക്. നമ്മളമ്മാന്റെ മയ്യത്തെടുക്കണം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോക്ക്. എത്ര പെയിൻഫുൾ ആയിരിക്കും. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഒരാൾ വന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നിട്ട് ഭാര്യനോട് പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാകും. ഇപ്പോൾ ഭാര്യ പറഞ്ഞു, മനുഷ്യ നമ്മളെ വാപ്പിയമ്മയൊക്കെ ഇങ്ങനെ സംസാരിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതേപോലത്തെ കുറേ പ്രയോഗങ്ങൾ കിട്ടും. മനുഷ്യ ഞാൻ നിങ്ങൾക്ക് മീനും ചോറൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് തിന്നേണ്ട സമയമല്ലേ, ഞാൻ പറഞ്ഞാണ് ചെയ്താൽ മതി. നിങ്ങൾ പറഞ്ഞ തന്നെയല്ലേ ഞാൻ ചെയ്യലെന്ന് പറഞ്ഞ് ചായ ഉണ്ടാക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ചെന്ന് നോക്കുമ്പോൾ മാർബിൾ തറയിൽ ഇങ്ങനെ മരിച്ച് കിടക്കുന്നുണ്ട്, ചായ അവിടെ തിളക്കണുണ്ട്. അത്ര സിമ്പിളാണ് സുഹൃത്തുക്കളെ. ഈ മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുമായിരുന്നെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. കോടിക്കണക്കിന് വർഷമായി ഭൂമിയുണ്ട്, ഇനിയും ഒരുപക്ഷെ ഒരുപാട് വർഷം ഉണ്ടാകും. ഈ മനുഷ്യന്മാരെ മുഴുവൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുവോ, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടോ എന്നൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയമുള്ളവർക്കുള്ള ഉത്തരാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വെറുതെ വിടുന്ന്? നിങ്ങളെ പഠിച്ചത് എങ്ങനെയാണ്? അലയ്യക്കുൻ ഉത്തുഫത്തമ്മിൻ മനിയുംന, നീ 0.0 വലിപ്പത്തിലുള്ള ഒരാളായിരുന്നു, പിന്നെ നിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് പഠിച്ചോ കൊണ്ടുവന്നതല്ലേ. ആ റബ്ബിന് സാധിക്കുന്നതാണ്. 590 കിലോമീറ്റർ ഇങ്ങനെ ദേശീയ പാതയിൽ വേണമെങ്കിൽ നിവർത്തിയിടാൻ പറ്റിയ അത്ര ഞരമ്പുകൾ മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിലുണ്ട്. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇത് കൊടുത്ത റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, അവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനല്ലേ എന്നാണ് ഖുർആന്റെ ചോദ്യം. ഞാൻ സാധാരണ എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്ത ചില പോയിന്റുകൾ ഈ വിഷയം പറയുമ്പോൾ പറയാറുണ്ട്. നമ്മൾ മൂത്രസഞ്ചി എന്ന് പറയുന്നത് 1/2 ലിറ്റർ ഉള്ള ഒരു ചെറിയ സംഭവമാണ് മനുഷ്യന്റെ ബാക്ക് സൈഡിലുള്ള. നിങ്ങൾ നോക്ക്, കുട്ടികൾക്ക് നമ്മൾ പാമ്പേഴ്സ് കെട്ടി കൊടുക്കും. ഒരു 2-3 വയസ്സാകുമ്പോൾ ആ പാമ്പേഴ്സ് ഒഴിവാക്കും. എന്താ? കുട്ടി പൊതുവെ മൂത്രമൊഴിക്കാനായി ഉമ്മച്ചിയെന്ന് പറയും. 3 വയസ്സാകുമ്പോഴാണ് മൂത്രമൊഴിക്കുന്നത് അറിഞ്ഞു തുടങ്ങുന്നത്. മറ്റേത് ഒക്കത്തിങ്ങനെ വെക്കുമ്പോൾ വിടണാണോ മൂപ്പര്? എന്താ കാരണം? മൂപ്പര് അറിയണില്ല പോണത്.
അപ്പൊ ഈ 3 വയസ്സാകുമ്പോഴാണ് മൂത്രമൊഴിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത്. ആ തോന്നൽ ഏറ്റവും വലിയ അനുഗ്രഹം. അതില്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ നിന്ന് മൂത്രം സ്വാഭാവികമായിട്ട് പോകും. അത്ര വ്യവസ്ഥാപിതമായി മനുഷ്യനെ പടച്ച റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് സാധിക്കുകയില്ലേ അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ എന്നാണ് ഖുർആന്റെ ചോദ്യം. നമ്മളെ +2 പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ, ഹൈഡ്രോക്ലോറിക് ആസിഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ടിട്ട് നമ്മൾ ബ്ലേഡയിൽ കൊണ്ടിട്ടാൽ, ആണിയിൽ കൊണ്ടിട്ടാൽ അത് ഉരുകി ഇല്ലാതാകും അല്ലേ? അത് ഉരുകി ഇല്ലാതാകും. എങ്കിൽ നമ്മുടെ വയറിന്റെ ഉള്ളിൽ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുകളുണ്ട്. എന്തേ നമ്മുടെ വയറ് കത്താത്തത്? ഇന്റേണൽ ഓർഗനുകൾ എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു? ഒറ്റ കാരണമുള്ളൂ, ആ ഹൈഡ്രോക്ലോറിക് ആസിഡുകളുടെയും ഈ ശരീരത്തിന്റെ അവയവത്തിന്റെയും ഇടയിൽ ഒരു പാടുണ്ട്. ആ പാടയുടെ ആയുസ് 3 ദിവസം. ആ പാട കത്തിപ്പോയാൽ 3-ാം ദിവസം പുതിയത് കിട്ടും, വീണ്ടും കത്തിപ്പോയാൽ വീണ്ടും കൊടുക്കും. ഖുർആൻ ചോദിക്കുകയാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, ഇങ്ങനെയൊക്കെ മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന പടച്ചോനെ മനുഷ്യനെ പുനർജീവിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ഹത്താ യുഖാദ് ഷാത്തുൽ ജൽഹായി മിൻ ഷാത്തിൽ ഖർന, കൊമ്പില്ലാത്ത ആട്ടിൻകുട്ടിയെ കൊമ്പുള്ള ആട്ടിൻകുട്ടി കുത്തിയതിന് പോലും പ്രതിക്രിയ ചെയ്യപ്പെടുന്ന ഒരു പരലോകം വരാനുണ്ട് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുക. അതാണ് അവിടുത്തെ നീതി നിർവഹണം. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നുകളഞ്ഞ അഡോൾഫ് ഹിറ്റ്ലർ 17 ലക്ഷം മനുഷ്യർ തന്നെ കല്ലെറിയാൻ വേണ്ടി കല്ലും കൊണ്ട് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ വളർത്തുനായക്കൊരു ഷൂട്ട് കൊടുത്ത് തന്റെ കാമുകിക്കൊരു വെടിയുണ്ട ഉതിർത്തി പോയിന്റ് ബ്ലാങ്കിൽ സ്വയം വെടിവെച്ച് മരിച്ചെങ്കിൽ അയാളെ നീതി നിർവഹണത്തിന്റെ കോടതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വരുന്നൊരു ലോകമുണ്ട് എന്നാണ്. ഹയ എന്ന് പറയുന്ന പെൺകുട്ടി ഫലസ്തീനിലെ തീഗോളങ്ങൾ പെയ്യുന്ന രാത്രിയിൽ മരിക്കാനുള്ള അവളുടെ വസിയത്ത് എഴുതി വെച്ചു. എന്റെ കളിപ്പാട്ടങ്ങൾ ഇന്ന ആളുകൾക്ക് കൊടുക്കണം, ഉമ്മയിൽ നിന്നും കുഞ്ഞാമയിൽ നിന്നും ഞാൻ വാങ്ങിയ തുകകൾ ഇതാണ്, ഈ കടം വീട്ടണം, എന്റെ 2 ചെരുപ്പുകൾ അത് കഴുകി സൂക്ഷിക്കണം. ഇനിയും ചരിത്രത്തിൽ ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ, ഖുദ്സിന്റെ മണ്ണിൽ വരാനിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് വേണ്ടി അതിട്ട് നടക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഹയമോൾ അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. പിഞ്ചു ബാല്യങ്ങൾ. ഞാൻ എൻ്റെ വൈഫിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ 2 കുട്ടികൾക്കും ജലദോഷവും പനിയൊക്കെയായിട്ട് അവർ കരയുമ്പോൾ ഈ 2 കുട്ടികളെ കരച്ചിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ദേശം മുഴുവൻ ആർത്ത് കരയാണ് കുട്ടികൾ. മറവ് ചെയ്യാൻ ആളുകളില്ലാതെ കരയാണ്. ഇവർക്കുള്ള സമ്പൂർണമായ ശിക്ഷ, ഭൂമിയിൽ നിന്ന് അവർക്ക് ശിക്ഷയുണ്ട്, ഫലസ്തീൻ മോചിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സമ്പൂർണമായ ശിക്ഷ കിട്ടുന്ന ഒരു ലോകം വേണം, അതാണ് പരലോകം. ആ പരലോകത്ത് സ്വർഗവും നരകവും നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. നാം സ്വർഗത്തിലേക്ക് പോകണോ നാം നരകത്തിലേക്ക് പോകണോ എന്നുള്ളത് നമ്മുടെ കൂടെ ചോയ്സിന്റെ ഭാഗമാണ്. നമ്മൾ നന്നായി പഠിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോയാൽ സുരക്ഷിതമായി നമുക്ക് നാളെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഇല്ലെങ്കിലോ നരകമായിരിക്കും. നോക്കൂ, നിങ്ങൾ നരകത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് നരകത്തിന്റെ ആഴം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരു കല്ല് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ 70 വർഷം എടുക്കും അത് താഴെ എത്താനെന്നാണ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു ഫ്ലൈറ്റ് അതിന് എഞ്ചിൻ തകരാറ് വന്ന് ഭൂമിയിലെത്താൻ മിനിറ്റുകൾ എടുക്കൂല. എങ്കിൽ എന്താഴുണ്ടാകുക നരകത്തിന്? നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് 70,000 മലക്കുകളാണ്. നരകത്തിന് 70,000 ചെങ്ങലകളുണ്ട്. ഓരോ ചെങ്ങലകളും വലിക്കുന്നത് 70,000 മലക്കുകളാണെന്നാണ്. അപ്പൊ എത്ര ഭീമാകാരിയായിരിക്കും അത്? നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം 3 ദിവസം ഒരാൾക്ക് യാത്ര ചെയ്യാവുന്ന വഴി ദൂരമാക്കി റബ്ബ് വലുതാക്കുന്നതാണ്. മനുഷ്യനെ നരകത്തിലിടുമ്പോ ഇങ്ങനെ വലുതാക്കുന്നതാണ്. എന്നിട്ടോ അവന്റെ ഈ മുൻപല്ല് അത് ഉഹദ് മലയോളം ഉണ്ടാകുന്ന അങ്ങനത്തെ കോടി മനുഷ്യർ പ്രവേശിപ്പിക്കപ്പെടുന്ന ആ ഭീകരമായ നരകം അത് കഥയല്ല, അത് സത്യമാണെന്നത് ഖുർആന്റെ ഈ ചോദ്യത്തിലുണ്ട്. ഏത് ചോദ്യത്തിൽ? അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയില്ലേ? നിങ്ങളെ ജനിപ്പിച്ചത് അവനാണെങ്കിൽ എന്ന ചോദ്യത്തിൽ ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ നമുക്കൊക്കെ കഴിയണം. പ്രിയപ്പെട്ടവരെ, കേരള യൂത്ത് കോൺഫറൻസ് എന്നുള്ള പേരിൽ വിസ്ഡം യൂത്ത് ഇൻഷാ അല്ലാഹ് മലപ്പുറത്ത് വെച്ച് അടുത്ത ഫെബ്രുവരി മാസത്തിൽ 2024 ഫെബ്രുവരി 10-11 തീയതികളിൽ വലിയൊരു സമ്മേളനം നടത്തുകയാണ്. യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയൊരു സമ്മേളനമാണ്. അപ്പൊ ആ സമ്മേളനത്തിന്റെ ഭാഗമായി
ടാലന്റ് ലീഗ് എന്നുള്ളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാം. 1,00,000 രൂപയുടെ സമ്മാനങ്ങളാണ് അതിൽ കൊടുക്കുക. അതിൻ്റെ പ്രാഥമിക റൗണ്ട് തുടങ്ങിക്കഴിഞ്ഞു. പ്രാഥമിക റൗണ്ടിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന നമ്പർ ഒന്ന് നോട്ടിൽ എഴുതുകയോ അല്ലെങ്കിൽ ഫോണിൽ ടൈപ്പ് ചെയ്യുകയോ വേണം. 90 61 266 266 90 61 266 266 90 61 266 266. നിങ്ങളെ ഫോണിൽ അത് സേവ് ചെയ്യുക. വിസ്റ്റം യൂത്ത് എന്നോ അല്ലെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നൊരു പേരിൽ സേവ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഇതിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പേരും പഞ്ചായത്തും വെച്ചിട്ട് ഒരു മെസ്സേജ് അയക്കുക. അപ്പം എന്ത് ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. 10 ചോദ്യങ്ങൾ കിട്ടും. ആ ചോദ്യത്തിനുള്ള ഉത്തരം അയച്ചാൽ 1-ാം റൗണ്ടിൽ നിങ്ങൾ പങ്കെടുത്തു. 2-ാം റൗണ്ട് തുടങ്ങുമ്പോൾ അതറിയാൻ അതിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ 2 റൗണ്ടും ബാക്കിയുള്ള റൗണ്ടുകളൊക്കെ കഴിഞ്ഞ് വിജയികളാകാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുകയാണ്. വളരെ ശാന്തമായി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ പിൻഡ്രോപ്പ് സൈലൻസിൽ അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ ഇരുന്ന് എൻ്റെ സംസാരം കേട്ടതിനുള്ളൊരു പ്രത്യേക കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. ഒരു 3 കുട്ടികളെ കുറിച്ചുള്ള കൺസേൺ ഞാൻ പറയാണ്. അവരെന്ത് ചെയ്യണം? നല്ല കുട്ടികളാണ്. അവർ ഈ ക്ലാസ്സുകളിലേക്ക് വരണം. ഫോണൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. 3 കുട്ടികൾ ഞാൻ വെറുതെ പറയണമല്ല, സത്യം. വേറെ ആരും സംസാരിക്കണതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും വളരെ അറ്റൻറ്റീവായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുത്ത് നമ്മൾ ഇരിക്കണം. നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വഖർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.